തെണ്ടികൾ ഇങ്ങനെ തന്നെയാ പറയാ, തെണ്ടി തന്നെ വിളിക്കണം. എന്നിട്ട് ഇവന്റെ കുടുംബക്കാർ പറയും, നീ അങ്ങനെ ചെയ്ത്, കാരണം ഈ പെണ്ണ് 5ഉം 6ഉം പെറ്റ് കൊല്ലം പെറ്റ് ഇങ്ങനെ കുട്ടികളെ എടുക്കുന്ന ഈ പെണ്ണിന് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയെ വൈകുന്നേരം വരെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേ, അവളെ ആരോഗ്യസ്ഥിതിയോ ഒന്നും നോക്കാതെ രാത്രി ഇവന്റെ കൂടെ കാമം തീർക്കാൻ പോവാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. അപ്പൊ എന്താവും, ഈ പെണ്ണ് താനേ സൈലന്റ് ആവും, അവളെ സൗന്ദര്യം പോയിണ്ടാവും. തെണ്ടികളെന്ന് വിളിക്കാൻ വരട്ടെ, മുസ്ലിങ്ങളെ തെണ്ടികളെന്ന് വിളിക്കാൻ വരട്ടെ. എന്താ മുസ്ലിങ്ങളെ തെണ്ടികളെന്ന് വിളിക്കാനൊക്കെ കാണും നുസ്രത്താത്ത? അവർക്ക് 3നേക്കാൾ 1 കൂടി 4 കുട്ടികളുണ്ടെങ്കിൽ അവരൊക്കെ തെണ്ടികൾ. ഓക്കെ നുസ്രത്താത്ത, ഞാൻ തുണിയൊക്കെ മടക്കി വെച്ച് പോവാ നമ്മുടെ സ്വന്തം ആന്ധ്രയിലേക്ക്, നമ്മുടെ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായിട്ടുള്ള ആന്ധ്രയിലേക്ക് പോവാ. അപ്പോൾ നുസ്രത്താത്ത ഒന്നും അറിഞ്ഞില്ലല്ലേ, അവിടെ 3 കുട്ടികളുള്ളവർക്ക് 30,000, 4 കുട്ടികളുണ്ടാക്കിയാൽ 40,000. ഞാൻ ഒന്നേന്ന് തുടങ്ങാൻ പോവാം അവിടെ പോയിട്ട്. ശരി, ഇവിടെ പ്രസവത്തിന് ഭയങ്കര ചിലവാണ് കേട്ടാ. വരുന്നെങ്കിൽ നമുക്ക് മറ്റേ പാട്ടും പാടി പോവാം. വാഹവാഹവേ വന്നു മകൾ സമ്മാനം, ഇങ്കുതരാം മേലെ ചന്ദ്രനിലാക്കിണ്ണം, കുനുകുനു നിൻ ചെറുമറുകിൽ ചാർത്താം ചന്ദനം, പൊന്നിൻ പാദസ്വരങ്ങൾ കിലുങ്ങി വരുന്നത് തൂഹിന്നൽ തട്ടാൻ. ഒരു വെറുതെ പൈസ കളയുന്നതിനെ വാ. ചെയ്യാൻ പറ്റുന്നവര് ചെയ്യും, അതിന് ഗതിയില്ലാത്തവര് എന്ത് ചെയ്യാനാണ്?